ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ്. ഷോമിയുടെ പോക്കോ എന്നുള്ള ബ്രാൻഡിൽ നിന്നുള്ള ഏകദേശം 10,000 റേഞ്ചിലുള്ള ഫോണാണ് പോക്കോ M2 എന്നുള്ള ഫോൺ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണാണ്. അപ്പോൾ ഈ ഫോൺ ഞാൻ ഏകദേശം 1.5 ദിവസം ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ 1.5 ദിവസം എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പോക്കോ M2ൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ബോക്സ് ആണ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അതായത് 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ, അതുപോലെ 5000 mAh ബാറ്ററി, പിന്നെ അതേപോലെ തന്നെ ഹീലിയോ G80 ഗെയിമിംഗ് പ്രൊസസ്സർ, പിന്നെ 13 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ, ഇതൊക്കെ മെൻഷൻ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ താഴേക്ക് പോയാൽ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് പിച്ച് ബ്ലാക്ക് എന്നുള്ള കളറാണ്. അതുപോലെ തന്നെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 6GB റാം, അതേപോലെ തന്നെ 64GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡിലേക്ക് പോയാൽ നമുക്ക് ഇതിൻ്റെ MRP സാർ വാല്യൂ ഒക്കെ കാണാൻ സാധിക്കും. MRP കൊടുത്തേക്കുന്നത് 12,999 രൂപയാണ്. പക്ഷേ ആക്ച്വൽ പ്രൈസ് അത്രയൊന്നും ഇല്ല. 11,000 രൂപയ്ക്കാണ് ഈ ഒരു 664 വേരിയൻറ്റ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട് 128 വേരിയൻറ്റ്, അതിന് ഏകദേശം 12,500 വില വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ 0.854 ആണ് ഹെഡ് സാർ വാല്യൂ. അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ വരുന്നത് 0.417 ആണ് വാട്ട് പെർ കിലോഗ്രാം. അതായത് ലിമിറ്റിംഗ് വാല്യൂവിൽ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഏതായാലും നമുക്ക് ഈ ബോക്സ് പിടിച്ചിട്ട് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു സ്മോൾ യെല്ലോ ബോക്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സിം ഇജക്ടർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതിൻ്റെ യൂസർ മാനുവലും കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പോക്കോ M2 എന്നുള്ള ഫോൺ കാണാൻ സാധിക്കും. അത് നമ്മൾ എടുത്തിട്ട് കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ്, മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ മാറ്റ് ഫിനിഷ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇതിലൊരു ടെക്സ്ചർ ഉണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ ഒരു നല്ലൊരു ഫിനിഷിങ് ടെക്സ്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൈ പിടിക്കുമ്പോൾ അത്യാവശ്യം ഒരു കെർവിയാണ്. പിന്നെ അതേപോലെ തന്നെ റിയൽമിയുടെ നാർസോ 20 എന്നുള്ള ഇതിൻ്റെ ഭയങ്കര കട്ട കോമ്പറ്റീഷനായ ആ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി കെർവി, അതേപോലെ തന്നെ കുറച്ചുകൂടി സ്ലിം ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമാണെന്നൊക്കെ തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസ്സിൽ പ്രീ അപ്ലൈഡ് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്, റിയൽമി നാർസോ 20 പോലെ തന്നെ. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഇത് മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് വരാം. ഇനി നമ്മൾ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ചാർജിങ് അഡാപ്റ്റർ കാണാൻ സാധിക്കും. അതായത് 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ്. നോർമൽ 10 വാട്ട് ചാർജറാണ് കിട്ടുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജർ കൊടുക്കായിരുന്നു. റിയൽമി നാർസോ 20ൽ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു USB കേബിൾ അല്ലെങ്കിൽ ചാർജിങ് കേബിൾ ടൈപ്പ് C കേബിൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. അതായത് ഇതിൻ്റെ കൂടെയും നമുക്ക് ബാക്ക് കവർ വരുന്നില്ല. അത് വലിയൊരു മിസ്സാണ്. ബാക്ക് കവർ കൂടെ വരുന്നത് വളരെ വലിയൊരു ഉപകാരമുള്ള കാര്യമായിരുന്നു. എന്തായിരുന്നാലും ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളൊക്കെ അത് ഒഴിവാക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഏതായിരുന്നാലും ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പോക്കോ M2 എന്നുള്ള ഡിവൈസിനെ അടുത്തുനിന്ന് കാണാം. പോക്കോ M2ൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ടോപ്പിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ സെൻസർ, അതുപോലെ തന്നെ ഇയർ പീസ്, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. f2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് 6.53 ഇഞ്ച് സൈസുള്ള ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. പിന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ടിയർ ഡ്രോപ്പ് നോച്ചുള്ള അങ്ങനത്തെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം എഡ്ജിലേക്ക് പോയാൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക്, പ്രൈമറി മൈക്ക്, അതുപോലെ തന്നെ ടൈപ്പ് C പോർട്ട്, പിന്നെ ഇതിൻ്റെ സ്പീക്കറും കാണാൻ സാധിക്കും. ഇതിലാണ് ഉള്ളത്. ഇനി ബാക്ക് സൈഡിൽ പോയാൽ നമുക്ക് ആ ഒരു പോക്കോ എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ബ്ലാക്ക് മാറ്റ് ഫിനിഷ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് ഈ മെറ്റീരിയൽ മൊത്തം വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് 5000 mAh ബാറ്ററിയും കാണാൻ സാധിക്കും. ഇത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ടെക്സ്ചർ ഏകദേശം ക്യാമറ മൊഡ്യൂളിൻ്റെ അല്ലെങ്കിൽ ആ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ അവസാനിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെറും മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. ഏതായിരുന്നാലും ഈ ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 സെറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സെറ്റിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറോട് കൂടിയാണ് വരുന്നത്. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ, അതിന് മുകളിലായിട്ട് 13 മെഗാപിക്സൽ ഇതിൻ്റെ മെയിൻ ക്യാമറ കാണാൻ സാധിക്കും. f2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള ക്യാമറയാണ്. അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 8 മെഗാപിക്സൽ റെസൊല്യൂഷനുള്ള f2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള ക്യാമറയും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സെറ്റ് മൊഡ്യൂളിലേക്ക് പോയാൽ നമുക്ക് 5 മെഗാപിക്സൽ മാക്രോ ക്യാമറ, അതുപോലെ തന്നെ LED ഫ്ലാഷും
ഫ്ലാഷും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ മാക്രോ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഇതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുക. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഏകദേശം 118 ഡിഗ്രിയാണ് വൈഡ് ആംഗിളായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ സെൻസർ ഇത് രണ്ടും കാണാൻ സാധിക്കും. വളരെ നല്ല കാര്യം തന്നെയാണ്. റിയൽമി നാർസോ 20യിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് റിയൽമി നാർസോ 20യിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വേണമായിരുന്നു. ഇവിടെ അത് വരുന്നു എന്നുള്ളത്, പിന്നെ ഒരു IR ബ്ലാസ്റ്ററും വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് നമുക്ക് 2 മെമ്മറി കാർഡും നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഫോൺ മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ്, സൈഡ് ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്ക്രീൻ ഓൺ ഓഫ് അല്ലെങ്കിൽ ഫോൺ ഓൺ ഓഫ് ബട്ടൺ അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ഫോണിനെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ ഫോൺ ഫസ്റ്റ് ബൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഫോൺ അൺലോക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അൺലോക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. കൺവെൻഷണൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നമുക്കറിയാം എല്ലാ ഫോണിലും കൺവെൻഷണൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ റിലയബിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെയും മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മറ്റെല്ലാ ഫോണുകളെയും പോലെ തന്നെ ട്രിക്കി കണ്ടീഷനിൽ കുറച്ച് ടൈം എടുക്കും. അതല്ലാത്ത നോർമൽ കേസിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അതേ രീതിയിൽ തന്നെയാണ്, നോ എക്സെപ്ഷൻ. ഇനി അടുത്തായിട്ട് നമുക്ക് ഫോൺ ഓൺ ചെയ്തതിന് ശേഷം ഇതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇത് നമ്മൾ അൺലോക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാതെ ഒക്കെ അവൈലബിൾ ആണ്. അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിലുണ്ട് എന്ന് ചുരുക്കി പറയാം. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നാലും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം. പിന്നെ ഷോമി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ പോയിട്ട് ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽ നോക്കാം. അത് നമ്മൾ നോക്കുമ്പോൾ നെയിം പോക്കോ M2, അതുപോലെ തന്നെ ഇതിൻ്റെ MIUI വേർഷൻ 11 ആണ്, ആൻഡ്രോയിഡ് 10 ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് വന്നേക്കുന്നത് ഓഗസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 GB റാം, അതുപോലെ തന്നെ CPU വരുന്നത് MediaTek G80 എന്നുള്ള പ്രൊസസ്സറാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി 64 GB ആണെന്ന് പറഞ്ഞു. അതിൽ ഏകദേശം 49 GB ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഈ ഫോണിൽ 5 ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഈ 5 ക്യാമറ ഒരുപാട് ടൈപ്പ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് ക്ലിക്സൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏത് ക്യാമറയിലാണ് എടുത്ത് എന്നൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് സാമ്പിളിലേക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ പോക്കോ M2 എന്നുള്ള ഫോണിൻ്റെ ബാക്കിലെ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെയുള്ള മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഫോക്കസിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്ലോയിലാണ്, പക്ഷെ സ്മൂത്തായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പാനിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഉണ്ടോ, അതേപോലെ തന്നെ സ്റ്റട്ടറിങ് വല്ലതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോക്കോ M2ൻ്റെ ബാക്കിലെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. വോയിസും ഇതിൽ നിന്ന് തന്നെയുള്ള വോയിസാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോക്കോ M2ൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് ഇതിൽ നിന്ന് തന്നെയുള്ള വോയിസാണ്. വെയിലൊന്നുമില്ല, മൂടി നിൽക്കുന്നൊരു കാലാവസ്ഥയാണ്. ഏകദേശം
സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലൊക്കെ ധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്യാമറ സാമ്പിളൊക്കെ കണ്ടു. അപ്പോൾ ഈ സാമ്പിളിൻ്റെ കറക്റ്റ് ഒറിജിനൽ ഫയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫയൽസ് എല്ലാം ഞാൻ ക്ലൗഡിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ക്ലിയർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ക്യാമറ ടു API ഇതിൽ സപ്പോർട്ടാണ്, നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിയൊക്കെ വളരെ നല്ല രീതിയിലാണ്, നല്ല ബ്രൈറ്റുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ HD+ റെസൊല്യൂഷനാണ്. റിയൽമി നാർസോ 20 HD+ റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഏതായിരുന്നാലും എങ്ങനെയുണ്ട് ഡിസ്പ്ലേ രണ്ടും തമ്മിലുള്ള കമ്പാരിസണൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പെർഫോമൻസ് കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ റിവ്യൂസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുൾ റിവ്യൂ ചെയ്യുന്നതാണ് ഈ പോക്കോ M2ൻ്റെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് ആണ്. ഞാൻ ഏകദേശം 17% വരെ ഫോൺ ഉപയോഗിച്ചു വന്നപാട്. പിന്നെ അതിനുശേഷം ചാർജ് ചെയ്തു. ഞാൻ റിയൽമി നാർസോ 20 കൂടെ കിട്ടുന്ന 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിച്ചത്. അത് ഇതിന് കറക്റ്റ് സപ്പോർട്ടാണ്. അതേ സെയിം കോൺഫിഗറേഷനാണ് ഇതിന് വരുന്നത്. 18 വാട്ട് എന്ന് പറയുമ്പോൾ അതായത് 9 വോൾട്ട് 2 ആംപിയർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു 18 അല്ലെങ്കിൽ 17 to 18 ആ ഒരു പെർസെൻറ്റേജ് മുതൽ 100% വരെ ആകാൻ ഏകദേശം 2 മണിക്കൂറും 15 മിനിറ്റും ടൈമാണ് എടുത്തത്. അത്യാവശ്യം കുറച്ചൊക്കെ സ്പീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റിയൽമി നാർസോ 20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ടൈം എടുക്കുന്നത് ഏകദേശം 3 hours ഒക്കെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇതിനോട് കൂടെ വരുന്ന 10 വാട്ട് ചാർജർ വെച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൻ്റെ ഫുൾ റിവ്യൂവിൽ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് 10 വാട്ട് ചാർജർ മാറ്റിയിട്ട് 18 വാട്ട് ചാർജർ ആക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ. ഏകദേശം 500 രൂപക്കൊക്കെ കൊടുത്താൽ ഷോമിയുടെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്കൊക്കെ മാറേണ്ടതുണ്ടോ എന്ന് നമുക്ക് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം ബാക്കപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കണക്കുകളായിട്ടൊക്കെ ഞാൻ വരാം. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞാൻ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഹീറ്റിംഗ് ഒന്നും അത്ര ഒരു വലിയൊരു ഹീറ്റിംഗ് ഒന്നും ഇല്ല. ചെറുതായിട്ടൊരു വാമുണ്ട് എന്നല്ലാതെ അതായത് നല്ലൊരു പ്രൊസസ്സറാണ് ഈ ഹീലിയോ G80 എന്ന് പറയാൻ സാധിക്കും. മീഡിയം റേഞ്ച് ഗ്രാഫിക്സിൽ വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഭാവിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, that's all. Thanks for watching this video.